നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഐ നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറിയെ വലപ്പാട് സിഐ മർദ്ദിച്ചതായി പരാതി. സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ആക്ട്സിന്റെ പുതിയ ശാഖ കാഞ്ഞാണിയിൽ ആരംഭിച്ചു. കയ്പമംഗലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ. വാർത്തകൾ തുടരുന്നു. സിപിഐ നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറിയെ വലപ്പാട് സിഐ മർദ്ദിച്ചതായി പരാതി. സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലമ്പറമ്പിലിനാണ് വലപ്പാട് സിഐ MT രമേശിന്റെ മർദ്ദനമേറ്റത്. ബിജുവിന്റെ സുഹൃത്ത് സുധി ആലക്കലിന്റെ ഉടമസ്ഥതയിലുള്ള പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച കേസിലെ പ്രതികൾ നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിച്ചപ്പോഴാണ് മർദ്ദനമേറ്റത്. ഇരുവരും ചേർന്ന് പ്രതികളെ മർദ്ദിച്ചെന്നായിരുന്നു പരാതി. ബിജു തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിഐക്കെതിരെ മുഖ്യമന്ത്രിക്കും IG-ക്കും പരാതി നൽകുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. കിഴിപ്പിള്ളിക്കരയിൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. 8-9 വാർഡുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൊച്ചത്ത് രമേശന്റെ വസതിയിലായിരുന്നു യോഗം. DCC ജനറൽ സെക്രട്ടറി NS അയൂബ് ഉദ്ഘാടനം ചെയ്തു. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഗാന്ധിയോട് ഒരു അമ്മ വന്ന് പറഞ്ഞു, എൻ്റെ മകൾ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഗാന്ധി അമ്മയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞിട്ട് ഗാന്ധിയോട് പറഞ്ഞു, ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ ഗാന്ധിയുടെ അമ്മ പറഞ്ഞു, ഗാന്ധി ആ കുട്ടിയോട് പറഞ്ഞു മധുരം കഴിക്കരുത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് തന്നെയല്ലേ 3 ആഴ്ച മുൻപ് പറയാതില്ലേ, ഇതല്ലേ പറയാനുള്ളൂ. അപ്പോൾ ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് നിങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ഞാൻ മധുരം കഴിച്ചിരുന്നു. ഗാന്ധി മധുരം കഴിച്ചിരുന്നു. ഞാൻ മധുരം നിർത്തിയിട്ട് വേണ്ടേ എന്നെ കുട്ടിയോട് ഉപദേശിക്കാൻ എന്ന ചെറിയ കാലം പോലും സൂക്ഷ്മ ദുഃഖമായിരുന്നു ഗാന്ധിയാണ്. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, വേണുഗോപാൽ കൊല്ലാറ, മിനി ജോസ്, TC ജോസഫ് എന്നിവർ സംസാരിച്ചു. PM ഹബീബുള്ള, ഉണ്ണിരാജ്, രമേശ് കൊച്ചത്ത്, MK ശ്രീധരൻ, ബിന്ദു ശരവണൻ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ വലിയ വിളക്ക് ആഘോഷിച്ചു. ദീപാരാധന, കേളി, പറ്റ്, അത്താഴപൂജ, ശ്രീഭൂതബലി, മേളം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് പച്ചാമ്പള്ളി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദീക്ഷിത് ലിമേഷിന്റെ തായമ്പക അരങ്ങേറി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജേഷ് കുറുവത്ത്, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മേനോത്ത്, ജോയിന്റ് സെക്രട്ടറി ഷാജി കുറുപ്പത്ത്, കമ്മിറ്റി ഭാരവാഹികളായ E രമേശൻ, ദേവദത്തൻ നെച്ചിക്കോട്ട്, ഹരികൃഷ്ണൻ M, വിജിത് V നായർ, AS ഉണ്ണികൃഷ്ണൻ, വൈശാഖ് അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ കാരുണ്യ കേന്ദ്രത്തിന്റെ വലപ്പാട് മേഖലാ ഓഫീസ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. മഹാനായ സ്വാതന്ത്ര്യ സമര നായകൻ സർദാർ ഭഗത് സിംഗ് സ്മരണീയ ദിനത്തിലാണ് ഈ കാരുണ്യ കേന്ദ്രം ഇവിടെ ആരംഭിക്കുന്നത്.
കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇവിടെ പറഞ്ഞതുപോലെ നാട്ടിക മണപ്പുറത്ത് വിദ്യാഭ്യാസം തുടരാൻ നിർവാഹമില്ലാതെ അക്കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്താൻ ഏറ്റെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ നിരവധി കുടുംബങ്ങൾക്കാണ് സഹായങ്ങൾ നൽകിയത്. ഏതാണ്ട് 500 ടെലിവിഷൻ, ചെറിയ എണ്ണമല്ല, 500 ടെലിവിഷൻ, ഏതാണ്ട് 700ഓളം സ്മാർട്ട് ഫോണുകൾ നാട്ടിക കമ്മിറ്റി, അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി സമാഹരിച്ച് നൽകുകയുണ്ട്. അത്തരത്തിലൊരു പ്രവർത്തനം നാട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. CPM വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK തോമസ് അധ്യക്ഷനായി. വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ നൽകിയ മെഡിക്കൽ ഉപകരണങ്ങൾ CPM നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു ഏറ്റുവാങ്ങി. രോഗിയായ കൂടത്ത് കണ്ണനു വേണ്ടി അമ്മ തങ്കമണിക്ക് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് വീൽചെയർ കൈമാറി. പാലക്കാട് ഹെൽത്ത് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ റോഷ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, തളിക്കുളം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, VR ബാബു, സുരേഷ് മഠത്തിൽ, CITU ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ, ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ, കാരുണ്യ കേന്ദ്രം രക്ഷാധികാരി രാജേഷ ശിവജി, ചെയർമാൻ ജ്യോതി ബസു, ട്രഷറർ പ്രേംകുമാർ കാരയിൽ, കൺവീനർ CR ഷൈൻ, കോർഡിനേറ്റർമാരായ ശൈലജ ജയലാൽ, PK മോഹനൻ മാസ്റ്റർ, VS സൂരജ് എന്നിവർ സംസാരിച്ചു. ചളിങ്ങട കോഴിത്തുമ്പ് മുഹിയുദ്ദീൻ മസ്ജിദ് കമ്മിറ്റിയും മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കിഴക്കേ സെറ്റും ചന്ദ്രാപിന്നി ഈസ്റ്റ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കിഴക്കേ സെറ്റും സംയുക്തമായി മത സൗഹാർദ്ദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് ഖതീബ് പെരുമറ്റം മുഹമ്മദീയൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കോഴിത്തുമ്പ് മുഹിയുദ്ദീൻ മസ്ജിദ് വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ ബുറാഖ് അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ സയദി കക്കടിപ്പുറം പ്രാർത്ഥന നിർവഹിച്ചു. ഹരീഷ് രവീന്ദ്രൻ പണിക്കർ മുഖ്യാതിഥിയായി. PA മൻസൂർ, നിസാമുദ്ദീൻ, PMA ഹക്കീം, ഉസ്മാനി സഖാഫി, കണ്ണൻ നായർ, നൌഷാദ്, ഫുഅദ് സഅദി തുടങ്ങിയവർ സംസാരിച്ചു. സർവമതസാരവും ഏകം. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന പോലെ തന്നെ എല്ലാ മതത്തിൻ്റെയും സാരം ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാനവീയതയാണ്, മാനവസേനയാണ്, മാനവസേവയാണ് മാധവസേവ. അപ്പോൾ മനുഷ്യനെ സേവിക്കാതെ മാധവൻ സേവിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ മനുഷ്യ സ്നേഹത്തിനും അതേപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ എല്ലാ സംസ്കാരം. അപ്പോൾ എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള ഒരു പരിഗണന അത് തരുന്ന ഈ മസ്ജിദ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ 3 പതിറ്റാണ്ട് പിന്നിടുന്ന ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി ഇഫ്താർ സംഗമവും നിർധനരായ 100ഓളം കുട്ടികൾക്ക് പെരുന്നാൾ പുടവയും വിതരണം ചെയ്തു. ചാമക്കാല ബീച്ച് പാലസിൽ നടന്ന ചടങ്ങിൽ ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വലിയൊരു സ്നേഹമുള്ള ഒരു സംവിധാനമാണ് IRS. അത് എല്ലായിടത്തും പറയുന്നൊരു സുഖമുള്ള വാക്കായി അതിനെ കുറയ്ക്കരുത്. അത്രയും വലിയ കാരുണ്യ പ്രവർത്തനത്തിന് വിശാലമായ സാന്നിധ്യവും സന്തോഷവും കൈകോർക്കലും ഇതര സ്ഥലങ്ങളിലില്ലാത്ത, ഇതര കാരുണ്യ ഇടങ്ങളിൽ ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മേടിച്ച ഒരു മനോഹരമായ ഇടമാണ് നമ്മുടെ ചാമക്കാലയിലെ IRS. ഇപ്പം ചാമക്കാലക്കാർക്ക് സ്വന്തം എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ പരിസര നാടുകളെ കൂടി അല്ലെങ്കിൽ അകലങ്ങളിലുള്ള ആളുകൾക്ക് കൂടി ഈ പ്രസ്ഥാനം അവകാശപ്പെടുന്നിടത്തേക്ക് ഇത് പ്രവിശാലമായിട്ടുണ്ട് എന്ന് നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കരയുന്നവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് കൈലേശ് നൽകാനും ഉള്ള ഒരു നിയോഗമാണ് മനുഷ്യന്റെ ജീവിതം. അതാണ് ഇസ്ലാം. ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി പ്രസിഡന്റ് KH സലീം അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ വഹാബ് നയീമി കൊല്ലം, ഭാരവാഹികളായ NA ത്വാഹ, KM ഷംസുദ്ദീൻ, CA സഫാൻ, CS ഫായിസ്, സലീം പുറക്കുളം, ആഫിഖലി ചാമക്കാല, KM ബഷീർ അലി, MCA ഷമീർ അലി, ഫൈസൽ അബാബിൽ, EH ഗന്ന,
MC സനൂബ് അലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ സംഗമത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന്റെ 100ാം വാർഷികം ആചരിച്ചു. അന്തിക്കാട് മണ്ഡലം 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. മൺമറഞ്ഞുപോയ കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനതല ഉപന്യാസ മത്സര വിജയിയെ അനുമോദിച്ചുകൊണ്ടും മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിംസൺ കെ ജോസ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VK മോഹനൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവൻ, ജോജോ മാളിയേക്കൽ, അശ്വിൻ ആലപ്പുഴ, മിനി ആൻഡോ, EI ആൻഡോ എന്നിവർ സംസാരിച്ചു. N ബാലഗോപാലൻ, ആൻഡോ ജേക്കബ്, P തങ്കമണി ടീച്ചർ, സണ്ണി KC, വർഗീസ് കുരുതുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. പുതിയങ്ങാടി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതറ സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ ക്ലബ്ബ് മെമ്പർമാരും നാട്ടുകാരും പങ്കെടുത്തു. പ്രസിഡന്റ് ഷിഹാബ്, സെക്രട്ടറി സാബിർ, ട്രഷറർ യുബീർ, രക്ഷാധികാരി രവി കിഴക്കെടുത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർ സുബ്രഹ്മണ്യൻ, കണ്ണൻ, ഗിൽബീഷ് എന്നിവർ നേതൃത്വം നൽകി. വള്ളൂർ ആലംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിൽ ആണ്ടുവിഴ മഹോത്സവാഘോഷങ്ങളുടെ ഭാഗമായി അഷ്ടനാഗക്കളം അരങ്ങേറി. പുത്തൻവീട്ടിൽ ബാലപുള്ളുവൻ മക്കൾ മണികണ്ഠൻ, സുകുമാരൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഭക്തർക്ക് സർപ്പപ്രീതിക്കും കുടുംബ ഐക്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും ഒരുക്കിയത്. കുട്ടമംഗലം KS ഭവനത്തിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇഫ്താർ സംഗമം നടത്തി. തൃശൂർ മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ, UDF കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ മുജീബ് റഹ്മാൻ, KPCC മെമ്പർ സുനിൽ ലാലൂർ, നൌഷാദ് അറ്റുപറമ്പത്ത്, CC ബാബുരാജ്, CS രവീന്ദ്രൻ, സജയ് വയനപ്പിള്ളി, സലീം പോക്കാക്കില്ലത്ത്, ഡേവിസ് മാളിയേക്കൽ, സുരേഷ് കൊച്ചുവീട്ടിൽ, ഷാഹിർ, ഉമ്മറുൽ ഫാറൂഖ്, ശോഭന രവി, P വിനു, ജോമോൻ വലിയ വീട്ടിൽ, TR ജോൺ, CS അനുരാഗ്, CS ആശ, സാജൻ E ജോർജ് എന്നിവർ സംസാരിച്ചു. മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപന്റെ ലൈബ്രറിയിലേക്ക് ഇൻഷാദ വലിയേകത്തിന്റെ മാതാവും പിതാവും ചേർന്ന പുസ്തകം കൈമാറി. അടുത്ത 11 മാസക്കാലത്ത് ശുദ്ധജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഒരു അന്ത്യനാളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെയൊക്കെ സ്വന്തം അനുജൻ, സ്വന്തം സഹോദരൻ ഇൻഷാദ്, ഞങ്ങളൊക്കെ ചാർന്ന് വിളിക്കുന്ന ഇൻഷാദ് ഇന്ന് ആത്മസുഹൃത്തുക്കളായ ആളുകൾക്ക് ഒരു റമദാൻ വിരുന്നൊരുക്കിയിട്ടുണ്ട്. നോമ്പുതറ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. വർഷങ്ങളായി ഇൻഷാദിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വരുന്ന ആളാണ് ഞാൻ. നേരത്തെ ഈ നാട്ടിൽ MLA ആയിരുന്ന കാലം മുതൽ ഈ ഉമ്മയും ഉപ്പയും ഇൻഷാദും പെങ്ങളും കുടുംബാംഗങ്ങളോടൊപ്പം റമദാനിൽ ഒരു നോമ്പ് തുറക്കാൻ ഞാനിവിടെ വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും ഈ സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടൊപ്പം ഇവിടെ റമദാൻ പ്രദാഷ്ടാനം വരികയുണ്ടായി. വളരെ സന്തോഷം. എനിക്ക് അതിനേക്കാളേറെന്നൊരു സന്തോഷം ഉമ്മയിപ്പം കൂടി എനിക്കൊരു പുസ്തകം തന്നു. വായനയാണ് ലഹരി, വീട്ടിലെ പുസ്തകം നാട്ടിലെ വായനയ്ക്കെന്ന് പറഞ്ഞ് ഞാനൊരു ആശയം മുന്നോട്ട് വെച്ചു. നാട്ടിക ഖിദ്മത്ത് ചാരിറ്റി ഫൗണ്ടേഷൻ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി. MK അബ്ദുള്ള ഹാജി നഗറിൽ നടന്ന ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണോദ്ഘാടനം നാട്ടിക ജുമാ മസ്ജിദ് ഇമാം കബീർ ഫൈസി ചെറുകാട് നിർവഹിച്ചു. ഇക്ബാൽ PF അധ്യക്ഷനായി. CA സിദ്ദിഖ് ബാഖവി, ഫൗണ്ടേഷൻ ചെയർമാൻ KK അബ്ദുൽ ലത്തീഫ്, ജനറൽ സെക്രട്ടറി സലീം P ഹമീദ്, KK ഉമ്മർ, KP കമറുദ്ദീൻ, KK അബ്ദുൾ സത്താർ, ബഷീർ പാളയങ്കോട്, ഷെഫീഖ് PA, അബ്ദുൾ സലാം MK, ഇസഹാക്ക് PM, യൂസഫ് VM, അഷ്കർ VK, സലീം PA, സലീം പട്ടാട്ട്, അബൂബക്കർ കാവുങ്ങൽ, അഷറഫ് PI എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 14 വർഷത്തോളമായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഖിദ്മത്ത് ചാരിറ്റി ഫൗണ്ടേഷൻ നടത്തിവരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നത് കൊണ്ടാണ് പാവപ്പെട്ട ആളുകൾ ഉയർത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
കാരുണ്യം എന്ന് പറയുന്നതിന് ഇർഹമു മൻഫിൽ അർളി ഇർഹംഹു മൻഫിസ് സമാ. നിങ്ങൾക്ക് കാരുണ്യം ചെയ്യാൻ ഭൂമിയുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്തെങ്കിലേ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യൂ എന്നുള്ള പ്രവാചക വചനമുണ്ട്. കരോ മഹർബാനി തും അഹ്ലേ സബീൻ പർ ഖുദാ മഹർബാൻ ഹോഗാ അർശേ ബരീൻ പർ. ഇതിൻ്റെ മറ്റൊരു വിവർത്തനമാണ് ഇഖ്ബാലിൻ്റെ ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരുണ്യമാണ് എല്ലാറ്റിനും വലുത്. എൻ്റെ ഉത്തരവാദിത്തം ഉദ്ഘാടന പ്രഭാഷണമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ ആദ്യമായി ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മ നിർവഹണം നടത്തിയതായി അറിയിക്കുകയാണ്. ഇടശ്ശേരി ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു. ഇടശ്ശേരി സബീലുല്ലാഹ് മദ്രസയിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ഇന്നത്തെ ഈ ക്ലബിനകത്ത് ഈ പുതിയ തലമുറ വരുന്നതിന് മുമ്പ് 40 വർഷം എന്ന് പറയുമ്പോൾ കുറേ കൂടി പ്രായം കുറഞ്ഞവരാണ്. 40 വർഷം മുമ്പ് ഈ പ്രദേശത്തെ ചെറുപ്പക്കാരികൾ ഒത്തുചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിയ മണപ്പുറത്തിന് മാതൃക കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗാലക്സി ക്ലബ് ഇടശ്ശേരി ചെയ്തു തീർക്കുന്നത്. ഓരോ വർഷവും ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത്, നാട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല. കാരണം ഏകദേശം 300-ലധികം ആളുകളാണ് ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇതിന്റെ ശാഖകൾ, ഇതിന്റെ ഇതര സ്വഭാവത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഗാലക്സി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലബ് പ്രസിഡന്റ് ഷിഹാബ് ലാല അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി ഷാഹിർ നാലകത്ത്, വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ്, സുമന ജോഷി, ക്ലബ് ട്രഷറർ നജുമുദ്ദീൻ, UAE കമ്മിറ്റി കോർഡിനേറ്റർ നദീം, ക്ലബ് അംഗം ഫിറോസ്, ക്ലബ്ബ് വനിതാ വിംഗ് സെക്രട്ടറി അജിത താജുദ്ദീൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സബിത എന്നിവർ സംസാരിച്ചു. ജാതിമത ഭേദമന്യേ 500 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. സമൂഹത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇടശ്ശേരി തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
സ്വർണത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ആക്ട്സിന്റെ ജില്ലയിലെ 18ാമത്തെ ബ്രാഞ്ച് കാഞ്ഞാണിയിൽ ആരംഭിച്ചു. 13 ലക്ഷം രൂപ ചെലവിൽ ഓക്സിജൻ സൗകര്യത്തോടെ പുതിയ ആംബുലൻസും നിരത്തിലിറങ്ങി. 4 ഗ്രൂപ്പുകളുടെ സഹായത്താലാണ് പുതിയ ആംബുലൻസ് വാങ്ങിയത്. സിംല മാളിന് സമീപമാണ് ആംബുലൻസ് ഉണ്ടാകുക. ആക്ട്സ് ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 25 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ആദ്യം 25 വർഷക്കാലത്തേക്ക് നമുക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച തുകയുടെ സ്ഥിതി ഏകദേശം 8 കോടി രൂപയാണ്. ഇത്രയും വലിയ തുക സർക്കാരിൻ്റെ തുകയല്ല, ഇത് ജനങ്ങളുടെ തുകയായിരുന്നു. ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് താല്പര്യമുള്ള, വലിയ മനസ്സിൻ്റെ ഉടമയുള്ള, സാമ്പത്തികമായി മറ്റവരെ സഹായിക്കാൻ കഴിവുള്ള, ജനഹൃദയങ്ങളിൽ ഇന്നും വറ്റാതെ കാത്തിരിക്കുന്ന മനസ്സാക്ഷിയുള്ള കുറേ ജനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ നിലനിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സാമ്പത്തിക ഭദ്രതയുള്ള പലരും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അകമഴിഞ്ഞ് സഹായിക്കാൻ വളരെ തുച്ഛം പേരേ ഉള്ളൂ. കാരണം വാടാനപ്പള്ളിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു ബ്രാഞ്ചായിരുന്നു കാഞ്ഞാണി. ഈ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അന്നാരും വിശ്വസിച്ചിട്ടില്ല കാഞ്ഞാണിയിൽ ഇതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് വരും. ആ യൂണിറ്റ് നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രവർത്തനത്തിൻ്റെ ആവശ്യം കണ്ടുകൊണ്ട്, ഈ ഒരു സംരംഭത്തിൻ്റെ നിഷ്കാമ സേവനം കണ്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകത കാഞ്ഞാണിയിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ പ്രസിഡന്റായ ശ്രീ ജേക്കബ് ബിയ നേതൃത്വം നൽകി ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിൻ്റെ ഭാഗമാണ് മറ്റു 2 ഡോക്ടർമാരടക്കം ഒരു തീരുമാനത്തിലെത്തുന്നു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംവിധായകൻ സത്യനന്ദിക്കാട് മുഖ്യാതിഥിയായി. ബ്രാഞ്ച് പ്രസിഡന്റ് BR ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ആക്സ ചാരിറ്റി ബോക്സ് വിതരണോദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, കൃഷ്ണേന്ദു, ആക്ട്സ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് TA അബൂബക്കർ, അബ്ദുൾ ജബ്ബാർ, ഡോക്ടർ സജീവ്, സെക്രട്ടറി ഡോക്ടർ ആന്റണി വർക്കി തോപ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ പീതാംബരൻ രാരമ്പത്ത്, സിജോ കുണ്ടുകുളം, ഇസാക്ക പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഗീത നിശയും ഉണ്ടായിരുന്നു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരവം 2025 കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടത്തിയ ചടങ്ങ് ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. 3 മാസം ബാക്കിയുണ്ട്. നിങ്ങളൊക്കെ ആ സേവന പ്രവർത്തനം മുഴുവൻ കൃത്യമായി ഇന്റർനാഷണലിൽ റിപ്പോർട്ട് ചെയ്താൽ ഇനിയും നമ്മുടെ ഉയരം കൂടും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും അതിനെ ഈ ഡിസ്ട്രിക്റ്റിനെ സഹായിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ മെമ്പർമാരെ ഈ പ്രസ്ഥാനത്തിൽ ചേർത്തിയ വർഷമാണ്. ഇത് 7250 എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പാണ് നമുക്കുള്ളത്. ഇതുവരെ ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ വർഷം വരെ ഇതുവരെ ഉണ്ടായിരുന്ന ടോപ്പ് എന്ന് പറയുന്നത് 7100 ആയിരുന്നു. ഇപ്പം നമ്മളത് 7250 എന്ന വലിയ സ്കോറിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി. 1050 പേരെ പുതിയ മെമ്പറായിട്ട് ഈ വർഷം നമുക്ക് ചേർക്കാൻ സാധിച്ചു. 1050 പുതിയ അംഗങ്ങളെ ചേർക്കാൻ സാധിച്ചു. നിർഭാഗ്യവശാൽ കുറേ പേരൊക്കെ ഡ്രോപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേ ശക്തി നിലനിർത്താൻ നമുക്ക് സാധിച്ചില്ല. എങ്കിൽ കൂടി നിങ്ങൾ നടത്തിയ ഓരോ ക്ലബും നന്നായി നമ്മുടെ ഗ്രോത്ത് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. അതിനും എല്ലാവിധ അഭിനന്ദനങ്ങളും.
12 പുതിയ ക്ലബ്ബുകളോടുകൂടി നമ്മൾ ഏറെ മുന്നിലാണ്. നമ്മൾ 23 ക്ലബ്ബുകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇതിൽ ഒരു ക്ലബ്ബ് ഉണ്ടാകണം എന്നുള്ളത് DGയുടെ ആവശ്യമാണ്. റീജിയണൽ ചെയർപേഴ്സൺ MC മദനകുമാർ അധ്യക്ഷനായി. കോർഡിനേറ്റർ പ്രിൻസ് തോമസ്, ഡിസ്ട്രിക്ട് ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർപേഴ്സൺമാരായ PS ഉണ്ണികൃഷ്ണൻ, MM ദിനേശൻ, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, CS ദേവരാജ് തുടങ്ങിയവർ സംസാരിച്ചു. റീജിയണിലെ 8 ക്ലബ്ബുകളിലെ ലയൺ മെമ്പർമാരും കുടുംബാംഗങ്ങളും വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു. പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോയി നെഞ്ചൂടിൽ അടവെച്ചുയർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും കാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാ. നാട്ടിക ശ്രീ വൈലി ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ അഭിഷേകം, ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ തന്ത്രി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ, തുടർന്ന് നാഗദേവതകൾക്ക് അഷ്ടനാഗക്കളം എന്നിവ നടന്നു. NS പ്രജീഷ് ശാന്തി, ക്ഷേത്ര മേൽശാന്തി വൈഷ്ണവ് എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ലാൽ ഉണുങ്ങൽ, സെക്രട്ടറി PV രാധാകൃഷ്ണൻ, ട്രഷറർ TV സുനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 30 ഞായറാഴ്ചയാണ് ക്ഷേത്ര മഹോത്സവം. ഉത്സവ ദിവസം 5 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിൽ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മേളവും അരങ്ങേറും. കയ്പമംഗലത്ത് 1 മാസത്തോളമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കളമുറി സെന്ററിന് വടക്ക് ഭാഗത്താണ് പലയിടത്തായി പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. NH അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതായതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ നേതൃത്വത്തിൽ മറ്റ് മെമ്പർമാർ പ്രതിഷേധിച്ചത്. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, UY ഷമീർ, ജിനൂബ്, അബ്ദുൾ റഹ്മാൻ, ഷഫീഖ്, സിനാൻ തുടങ്ങിയവരാണ് പ്രതിഷേധിച്ചത്. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാത നിർമ്മാണം തടയുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു. ദിവസങ്ങളായി 2 മാസം 2 ആഴ്ചയിലധികമായിട്ടുണ്ട് പൈപ്പ് പൊട്ടിയിട്ട് ഒരുപാട് അകലം വരെ പുഴ പോലെ കിടക്കുന്നൊരു സാഹചര്യമാണുള്ളത്. വാർഡിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ നമ്മൾ വാട്ടർ ടാങ്കർ ലോറി ഉപയോഗിച്ചുകൊണ്ട് വാർഡുകളിലേക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പോരുന്നു. ഈ സാഹചര്യത്തിൽ NHന് ഒരുപാട് ആളുകൾ, നാട്ടുകാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ NHൻ്റെ വിഭാഗത്തിൽ പറയുകയും പഞ്ചായത്ത് മൊത്തം എല്ലാവരും, എല്ലാ മെമ്പർമാരും, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് ഇതുവരേക്കും ഒരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല. ഇവിടത്തോളം ഈ കളമുറിയിലെ തെക്ക് വടക്ക് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും ഏരിയ മുഴുവൻ പൊളിച്ച് പൈപ്പ് മുഴുവൻ നാമശേഷമാക്കി. 1-2 ദിവസത്തിൽ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ഹൈവേയും പറഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞാൽ 1 മാസത്തോളം ആവാൻ പോകണം. അനങ്ങപ്പാറ നയമാണ് ഇവർ സ്വീകരിക്കുന്നത്. വളരെ ശക്തമായ പ്രശ്നമാണ്. ഇവിടെ ഞങ്ങൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞുകൊണ്ട് കയ്പമംഗലം പഞ്ചായത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവനാവുന്നില്ല. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച കാരുണ്യ സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയത്തിൻ്റെ ബാധ്യതകളും ചുമതലകളും എന്താണ്, രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ചുമതലകൾ എന്താണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്താണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഭരണകൂടങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ വേദനകളും കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും പങ്കുചേരുകയും അവർക്ക് നമുക്കാകുന്ന വിധം അവരെ സഹായിക്കുകയും അവർക്ക് കൈത്താൻ ആയി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, സാമൂഹിക ബാധ്യതയുടെ ഭാഗമാണ് എന്ന ബോധ്യത്തിലാണ് മുസ്ലിം ലീഗ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഐക്കൺ എന്ന് പറയാൻ അതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിൽ അത് തളിക്കുളത്തെ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിൽ തന്നെയാണ്. കാരണം എല്ലായിടത്തും റിലീഫ് പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലായിടത്തും മിക്കവാറും സ്ഥലങ്ങളിൽ തങ്ങൾ പാലിയേറ്റീവ് യൂണിറ്റുകൾ നടക്കുന്നുണ്ട്. പാലിയേറ്റീവ് സർവീസ് ചെയ്യുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാത്തിൻ്റെയും ഒരു ഐക്കണായിട്ട് നമുക്ക് തൃശ്ശൂർ ജില്ലയിലുള്ളത് ഈ തളിക്കുളത്താണ്. ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുൾ റഹീം, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഹംസക്കുട്ടി, കെ എസ് റഹ്മത്തുള്ള, ഫസീല ടീച്ചർ എറിയാട്, പി എം അബ്ദുൾ ജബ്ബാർ, പി എച്ച് ഷെഫീഖ്, വി കെ നാസർ, കെ കെ ഹംസ, കെ എ അബ്ദുൾ ഹമീദ്, എ എ മുനീർ, എ എ അബൂബക്കർ, കെ എസ് സുബൈർ എന്നിവർ സംസാരിച്ചു. ഓസ്ട്രേലിയ ചാർലസ് സ്റ്റർട്ട് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥി റഷ്ന റിയാസിനെ ശിഹാബ് തങ്ങൾ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം സ്കൂളുകളിലേക്ക് അടുക്കള ഉപകരണങ്ങളും കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷയായി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ GMLP നോർത്ത് സ്കൂളിലേക്കും GMLP സൗത്ത് സ്കൂളിലേക്കുമാണ് ആവശ്യമായ അടുക്കള ഉപകരണങ്ങളും കളി ഉപകരണങ്ങളും വിതരണം ചെയ്തത്. 50,000 രൂപയാണ് പദ്ധതി വിഹിതം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് മെമ്പർ കല, വാർഡ് മെമ്പർമാരായ CK ഷിജി, സന്ധ്യ മനോഹരൻ, നിർവഹണ ഉദ്യോഗസ്ഥ ജിജ ടീച്ചർ, CRCC കോർഡിനേറ്റർമാരായ അനീഷ എന്നിവർ സംസാരിച്ചു. TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൗജന്യ വോളിബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് ക്യാമ്പ്. ഏപ്രിൽ 5 മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 94 46 60 98 85 എന്ന നമ്പറിലോ 90 74 39 88 53 എന്ന നമ്പറിലോ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. കയ്പമംഗലം മര്യാദമൂല സൗഹൃദ കൂട്ടായ്മ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് PA ഹാഷിം അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂട്ടായ്മയുടെ രക്ഷാധികാരിയുമായ KA കരീം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുത്തൻപള്ളി മഹല്ല ഖത്തീബ് അബ്ദുൽ ഖാദർ നദ്വി, വൈദിക പുരോഹിതൻ TV വിനോദ് കയ്പമംഗലം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ UY ഷമീർ, ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷ്, മര്യാദമൂല സൗഹൃദ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് OS നവീൻ, ജോയിന്റ് സെക്രട്ടറി KA നസറുദ്ദീൻ, ജനറൽ സെക്രട്ടറി KA മുഹമ്മദ് റാഫി, ട്രഷറർ PA ഫവാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കേരള സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച മര്യാദമൂല സൗഹൃദ കൂട്ടായ്മ അംഗം ജമാലുദ്ദീൻ ഇല്ലിക്കലിനെ ആദരിച്ചു. ലോക വദനാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ദന്തരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ക്യാമ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് നസീമ ഹംസ അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് സൂപ്രണ്ട് രജിത KR, ദന്താരോഗ്യ വിഭാഗം ഡോക്ടർ ഗോപു ഹരീന്ദ്രലാൽ വിഷയാവതരണം നടത്തി. സീനിയർ നഴ്സിംഗ് ഓഫീസർ ബെന്നി CA, ഡോക്ടർ എൽസ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉണ്ണികൃഷ്ണൻ CS, നിഷൻ CP, ഗ്രീഷ്മ KR, കീർത്തന എന്നിവർ പങ്കെടുത്തു. വടനപ്പള്ളിയിൽ പഞ്ചായത്ത് യോഗത്തിൽ BJP അംഗങ്ങളുടെ പ്രതിഷേധം. ഉപ്പുപടന്ന നിവാസികൾക്ക് സർവീസ് റോഡ് ലഭ്യമാകുന്നതിന് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ വെച്ച് അജണ്ട നിരസിച്ചതിനെ ചൊല്ലിയാണ് യോഗത്തിൽ സംഘർഷമുണ്ടായത്. പരിഹാരത്തിനായി ദേശീയപാത അധികൃതരുമായി നാളിതുവരെ ചർച്ച നടത്താനോ പ്രദേശത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ തയ്യാറാവാത്ത LDF ഭരണസമിതി നിലപാടിനെ പ്രതിപക്ഷ അംഗങ്ങളായ KS ധനീഷ്, KB ശ്രീജിത്ത്, സന്തോഷ് പണിക്കശ്ശേരി, മഞ്ജു പ്രേംലാൽ, ആശ ഗോകുൽദാസ് എന്നിവർ ചോദ്യം ചെയ്തു. തുടർന്ന് ദേശീയപാത അധികൃതരെ സന്ദർശിക്കുന്നതിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംഘത്തിനെ അയക്കുന്നതിനും കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നിവേദനം നൽകുന്നതിനും യോഗം തീരുമാനമെടുത്തു. പഞ്ചായത്ത് ഹാളിന് പുറത്ത് പ്രദേശവാസികൾ പ്രതിഷേധവുമായി അണിനിരന്നതോടെ പ്രശ്നം കൂടുതൽ വഷളായി. മക്കൾക്ക് അവിടെ സ്കൂളിൽ പോകണമെങ്കിലുണ്ടല്ലോ എടുത്തുകൊണ്ട് പോകണം. എന്താണെന്നറിയോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും SI സാറൊക്കെ ഉണ്ട്, എല്ലാ ആൾക്കാരുണ്ട്, നിങ്ങളൊന്ന് കാണിച്ചു തരണം ഞങ്ങൾക്ക്. ആ വഴിയിൽ കൂടെ പോയിട്ട് നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് കിടക്കണം. ഞങ്ങൾ ഈ സർവീസ് റോഡിന് വേണ്ടി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. ഇതിൽ BJP-കാരുണ്ട്, ഇതിൽ കോൺഗ്രസ്സുകാരുണ്ട്, ഇതിൽ CPM-മാരുണ്ട്, എല്ലാവരും ഉണ്ട്.
മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആ അനുഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറയാം 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, ഈ കാര്യങ്ങൾ കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാം. ഞങ്ങളുടെ വികാരങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഞങ്ങൾ ഒരാളെ മോഷ്ടിക്കാനോ ഒരാളെ പിടിച്ചു പറിക്കാനോ വേണ്ടിയിട്ട് നടത്തുന്ന പ്രക്ഷോഭമല്ലത്. മനസ്സിലല്ലേ? ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, ഞങ്ങളെ അച്ഛന്മാർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകും? തുടർന്ന് നടന്ന ചർച്ചയിൽ യോഗ തീരുമാനം അറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ സമരം അവസാനിപ്പിച്ചു. കാര്യമില്ല, അത് ധനുഷ് മെമ്പർ നിങ്ങളോട് സംസാരിക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ മറുപടി. പിന്നെ നിങ്ങൾ കാണിച്ചു തന്ന അത് NOC അല്ല എന്ന 100 അന്ന് നിങ്ങൾ എന്നോട് വളരെ പരിഹാസപൂർവ്വമാണ് ചോദിച്ചത്. ഇത് NOC അല്ലേ? ഇത് NOC അല്ല. അത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് NOCക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ സമാധാനപൂർവ്വം കേൾക്കണം. നമ്മൾ ഈ അവിടെ നിന്ന് ഒരു സർവീസ് റോഡ് വരാനും ആ സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ ചെറുകിട വ്യാപാരങ്ങൾ എന്ന് വെച്ചാൽ തട്ടുകടകൾ പോലെയുള്ള അതും ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതിക്ക് വേണ്ടിയിട്ട് NOC കൊടുത്തിരുന്നു. അപ്പൊ അവർ തന്ന മറുപടിയാണ്, സാർ വായിച്ചില്ലേ ഇത് NOC അല്ല, അതിന് തന്ന മറുപടിയാണ് എന്താണെന്ന് വെച്ചാൽ NHന്റെ പണി തീരുന്നതനുസരിച്ച് മുറയ്ക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ NHI തന്നെയോ അത് പണിത് തരാമെന്നാണ്. മണലൂർ പഞ്ചായത്തിൽ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് LDF അംഗങ്ങൾ ഓഫീസ് ഉപരോധിച്ചു. ഭരണസമിതി തീരുമാനത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടും നൽകാൻ തയ്യാറാകാത്തതിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി മൈക്കിലൂടെ അജണ്ടകൾ വായിച്ച് യോഗം അവസാനിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. തുടർന്ന് മെമ്പർമാർ ഓഫീസ് ഉപരോധിച്ചു. LDF അംഗങ്ങൾ നൽകുന്ന പല വിയോജനക്കുറിപ്പുകളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നില്ല. തീരുമാനങ്ങളിൽ പല തിരുത്തലുകളും വരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റിനോടൊപ്പം ചേർന്ന തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മെമ്പർമാർ ആരോപിച്ചു. സമരം ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ ഷേളി റാഫി, ഷാനി അനിൽകുമാർ, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, സിജു പച്ചാമ്പള്ളി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് കമ്മിറ്റി ഇതുവരെ പാലിച്ചിട്ടില്ല. പക്ഷെ പഞ്ചായത്ത് മെമ്പർമാർ പല തീരുമാനത്തിൻ്റെയും പകർപ്പ് ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും കത്ത് കൊടുക്കുന്നുണ്ടായി. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ പഞ്ചായത്തിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ തീരുമാനങ്ങൾ എന്താണെന്ന് പഞ്ചായത്ത് മെമ്പർമാരെ അറിയിക്കുന്ന സ്വഭാവം ഈ ഭരണസമിതിക്കില്ല. അപ്പോൾ ഈ ഭരണസമിതി കഴിഞ്ഞ നാളുകളിലെ കമ്മിറ്റികൾ എടുത്ത തീരുമാനങ്ങൾ അറിയാൻ ഈ പഞ്ചായത്തിലെ മെമ്പർമാർക്ക് അവകാശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തീരുമാനങ്ങൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1.5 മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മെമ്പർമാർ ഈ കമ്മിറ്റിക്ക് പിന്നെ ഈ സെക്രട്ടറിക്കും പ്രസിഡന്റും പരാതി നൽകുകയുണ്ടായി, അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കുകയുണ്ടായി. പക്ഷേ ആ 1.5 മാസം കഴിഞ്ഞ് കൊടുത്ത അപേക്ഷ പരിഗണിക്കാൻ അല്ലെങ്കിൽ അതിന് മറുപടി തരാൻ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഇതുവരെ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ തീരുമാനം അത് അറിയിക്കേണ്ടതാണ് പഞ്ചായത്ത് മെമ്പർമാരെ. അത് നോട്ടീസ് ബോർഡിലിട്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരു പ്രസിഡന്റായി, ധിക്കാരപരമായി പെരുമാറുന്ന പ്രസിഡന്റായി പ്രസിഡന്റ് മാറാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ SHO പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 മാസം. മുഖ്യമന്ത്രിക്ക് മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ 5 തവണ പരാതി കൊടുത്തിരുന്നു. ആഭ്യന്തര വകുപ്പ് ജയേഷ് ബാലൻ എന്ന CIയെ നിയമിച്ചെങ്കിലും അദ്ദേഹം ചുമതലയേറ്റിരുന്നില്ല. പിന്നീട് AS സരീൻ കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. ഇതുമായി ബന്ധപ്പെട്ട MV അരുൺ നേരിട്ട് റേഞ്ച് DIG ഹരിശങ്കർ IPSന് പരാതി കൊടുത്തിരുന്നു. ആദ്യ പരാതി കൊടുത്തിട്ട് 202 ദിവസം കഴിഞ്ഞാണ് പുതിയ SHO ചുമതല ഏൽക്കുന്നത്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് നിവാസിയായ ജയശ്രീ, കൊയപ്പാട്ട എന്നിവരുടെ വീട് ശോചനീയാവസ്ഥയിലാണെന്നും പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ലെന്നുമുള്ള പരാതി അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പരാതിക്കാരിക്ക് 2022-23 വർഷത്തിൽ വീട് അറ്റകുറ്റപ്പണിക്ക് 75,000 രൂപ 2 ഗഡുക്കളായി നൽകിയിട്ടുള്ളതാണെന്നും എന്നാൽ ഈ ഫണ്ട് വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല. കൂടാതെ 2023-24 വർഷത്തിൽ ടോയ്ലറ്റ് അറ്റകുറ്റപ്പണികൾക്കായി 9,000 രൂപ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ശുചിമുറി പണിയുന്നതിനായി ശുചിത്വ മിഷനിൽ നിന്നും 12,000 രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായ 3,400 രൂപ അടക്കം 15,400 രൂപ പാസ്സായിട്ടുള്ളതാണെന്നും ആയത് ഈ മാസം 31-നകം ലഭ്യമാകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഈ വിവരങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകുന്നതാണെന്നും ഇത് മനസ്സിലാക്കാതെയാണ് പഞ്ചായത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതെന്നും ഇതിനെതിരെ ഗ്രാമപഞ്ചായത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ജയശ്രീ 5ാം വാർഡിലെ ജയശ്രീ എന്ന സഹോദരി അത് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തെ അംഗമാണെന്നും അത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ഞാൻ ചാനലിലൂടെ കാണുകയുണ്ടായി. ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് 2023
വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് 75,000 രൂപ പാസ്സാക്കുകയും ആ 75,000 രൂപ അവർ കൈപ്പറ്റുകയും ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽ രേഖ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 75,000 രൂപ അവർ കൈപ്പറ്റിയിട്ട് ഒരു പണിയും അവിടെ നടത്തിയിട്ടില്ല. അത് ചാനൽക്കാർക്ക് അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ വർഷം തന്നെ അവർക്ക് 9,000 രൂപ ടോയ്ലറ്റിന് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ടോയ്ലറ്റ് പണിതില്ല, പൈസ കൊടുത്തില്ല. ഇപ്പോൾ 2024-25 നമ്മുടെ ശുചിത്വ മിഷൻ്റെ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് അവർക്ക് 15,400 രൂപ, അതിൽ ശുചിത്വ മിഷൻ്റെ 12,000 രൂപയും പഞ്ചായത്തിൻ്റെ ഫണ്ട് 3,400 രൂപയും വകയിരുത്തി. ഈ മാർച്ച് 31 മുമ്പ് അവരുടെ അക്കൗണ്ടിൽ ആ പൈസ വരും. അവർ ഇത് പണിതില്ലെങ്കിൽ, ടോയ്ലറ്റ് പണിതില്ലെങ്കിൽ പിന്നെ ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് വസ്തുത എന്നിരിക്കെ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില തൽപര കക്ഷികൾ വളരെ മോശമായി പഞ്ചായത്തിനെയും അതുപോലെ വാർഡ് മെമ്പറായിട്ടുള്ള 5ാം വാർഡ് മെമ്പറായിട്ടുള്ള എന്നെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണമെന്ന് ഞാൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറിയെ വലപ്പാട് CI മർദ്ദിച്ചതായി പരാതി. സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ആക്ട്സിന്റെ പുതിയ ശാഖ കാഞ്ഞാണിയിൽ ആരംഭിച്ചു. കയ്പമംഗലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.